നമ്മുടെ ലൈവിലിപ്പം ഷാരികയും ആദില നൂറ തമ്മിൽ ഭയങ്കര അടി നടക്കുകയാണ്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഷാരിക ആദിലയുടെ അടുത്ത് നൂറയുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു. അനുമോൾക്ക് ഷാരികയോട് എന്തോ ഒരു ഇഷ്ടം ഉണ്ടെന്നുള്ള തോന്നൽ ഉണ്ടായിട്ടുണ്ടെന്ന്. ഇത് ആദിലയും നൂറയും അനുമോളുടെ അടുത്ത് പോയി ചോദിച്ചു. എന്നിട്ട് ആദില നൂറ പറഞ്ഞത് ചിലപ്പം ഷാരികയ്ക്ക് നിന്നോടായിരിക്കും ഇഷ്ടം. കാരണം ഷാരികയ്ക്ക് ഒരു മെൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ജെൻസിൻ്റെ ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറും ഒരു മാനറിസം ഒക്കെ ഉള്ളതുകൊണ്ട് ഷാരികയുടെ വിചാരം പലരും ഷാരികയെ കോളേജിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷാരികയുടെ വിചാരം അനുമോൾക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്നാണ് വിചാരം. അപ്പോൾ ഇത് ചെന്ന് ആദില നൂറയുടെ അടുത്ത് പോയി പറഞ്ഞു. അപ്പോൾ ആദില നൂറ അത് അനുമോൾക്കല്ല, അനുമോളോടാണ് ഷാരികയ്ക്ക് ഇഷ്ടം എന്നുള്ള രീതിയിലാക്കി തീർത്തു. അപ്പം ആ ഒരു ദേഷ്യം ഷാരികയുടെ മനസ്സിലുണ്ട്. തിരിച്ച് വന്നപ്പോൾ തൊട്ട് ആദിലയ്ക്ക് നൂറയ്ക്കിട്ട് ശരിക്കും കൊടുക്കുന്നുണ്ട്. അപ്പം അവിടെ നിന്നിട്ട് അനീഷേട്ടനോ ജിഷനോ ആരൊക്കെയോ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അനുമോളെ ആദില നൂറേനെയൊക്കെ വിളിച്ചപ്പം, കാരണം ബാക്കിയുള്ളവരൊക്കെ ഗസ്റ്റല്ലേ, ആദില നൂറയൊക്കെ അല്ലേ പോയി ഹെൽപ്പ് ചെയ്യേണ്ടത്. പോയി വിളിച്ചപ്പോൾ നൂറ പറയണം അതേ ആ തള്ളെ പോയി വിളിച്ചുകൊണ്ട് പോകുന്നു. ഷാരികയെ പറഞ്ഞു. ഷാരിക പറഞ്ഞു എന്നെ തളന്ന് വിളിക്കാൻ നീ ആരാടി എന്ന് ചോദിച്ചുകൊണ്ട് തിരിച്ച് നല്ല രീതിക്ക് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ പൊരിഞ്ഞ വഴക്ക്. നൂറയുടെ നോർമൽ ആറ്റിറ്റ്യൂഡ് പോ തള്ളേ പോ വിട്ട് പിടി പോ എന്ന് പറഞ്ഞ അവിടെ ഭയങ്കര ഷോഫ് കാണിക്കണം. ഷാരിക ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. തിരിച്ച് നല്ല രീതിക്ക് ആ തള്ളെ അങ്ങോട്ടും പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ പറഞ്ഞ് ഒടുക്കത്തെ അടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടുകാർ ഫുൾ അവിടെ എൻഗേജ്ഡായി. നൂറ പറയാണ് അവർക്ക് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ഇവിടെ വന്ന് കാണിച്ചാൽ അവർ ഗസ്റ്റാണെന്നൊന്നും ഞങ്ങൾ നോക്കത്തില്ല, നല്ല രീതിക്ക് പറയും. നീ ആരാടി എന്നെ പറയാമെന്ന് ചോദിച്ചിട്ട് ഷാരിക തീരെ വിട്ടുകൊടുക്കാൻ റെഡിയല്ല. അങ്ങനെ അവിടെ ഭയങ്കര അടിയാണ്. അനുമോൾ അവിടെ വന്ന് നിൽപ്പുണ്ട്. അനുമോളെ ശരിക്കും ഇവർ അവോയ്ഡ് ചെയ്ത് വിട്ടിരിക്കുക കേട്ടോ. ഭയങ്കര കഷ്ടം തോന്നി. ഈ ആദില നൂറ ഉണ്ടല്ലോ, പഠിച്ച കളികൾ. എൻ്റെ ദൈവം, എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതുപോലത്തെ രണ്ടെണ്ണം. എന്തായാലും അങ്ങനെ അവിടെ പറഞ്ഞ ആ വഴക്ക് അവിടെ കോംപ്രമൈസ് ചെയ്ത് അക്ബർ ഷാരികയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിനുശേഷം ആദിലയും നൂറയും ശൈത്യയും കൂടെ നമ്മുടെ ഷാനവാസിക്കയുടെ അടുത്തും ജിഷിൻ്റെ അടുത്തും ഇങ്ങനത്തെ കാര്യം പറയാണ്. ഷാരികയ്ക്ക് ഇതേപോലെ അനുമോളോട് പ്രേമമുണ്ടെന്ന് പറഞ്ഞെന്നും അനുമോൾക്ക് പ്രേമമുണ്ടെന്ന് പറഞ്ഞെന്നും അത് അവർ തിരുത്തി പറഞ്ഞു. അത് എന്തോ ടോയ്ലറ്റിൽ ഇരുന്നങ്ങാണ്ടാണ് പറഞ്ഞത്, ഡ്രസ്സിങ് റൂമിലിരുന്ന്. പക്ഷേ അത് അവരെങ്ങനോ അറിഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കുക എന്നുള്ള രീതിയിൽ അതിലെയും നൂറയും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും ഷാരിക നല്ല രീതിക്ക് ഇവരെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി അനുമോൾക്ക് സപ്പോർട്ട് വരുന്ന രീതിക്ക് കുറേ കാര്യങ്ങൾ ഷാരിക, എന്തായാലും ആദിലെ നൂറ ഇഷ്ടമല്ല ഷാരികയ്ക്ക്. അപ്പോൾ ആദിലെ നൂറിനെ എക്സ്പോസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഷാരിക പിന്നീടും വന്ന സമയത്തും പിന്നീടും ഒക്കെ ആയിട്ട് പലപ്പോഴും സംസാരിക്കുന്നുണ്ട്.